ഹായ്, കോ വർക്കിംഗ് സ്പേസിലുള്ള അല്ലെങ്കിൽ മാനേജർ ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു സ്പേസിലുള്ള ഒരു കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കമ്പനിയുടെ പേരെന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് സ്പേസസ് എന്നാണ് കമ്പനിയുടെ പേര്, സ്മാർട്ട് വർക്ക്. നമ്മൾ ഈ ഒരു സെക്ടറിൽ നിന്ന് തന്നെ ഓൾറെഡി EFC എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബിസിനസ് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 3000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഹൈ ഗ്രോത്ത് ഉള്ള, അതായത് 50% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോർവേഡ് പി നോക്കിയാൽ ഏകദേശം 15-16 ഒക്കെയാണ് ഫോർവേഡ് പി EFCയുടെ വരുന്നത്. അതിന്റെ ഓൾറെഡി ബിസിനസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെക്ടർ താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ ബിസിനസിനെ പറ്റി സംസാരിച്ചാൽ EFC ഞാൻ പറഞ്ഞല്ലോ, ഗ്രോത്തിന്റെ പേസിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് EFC. ഈ കമ്പനി നോക്കിയാൽ ഈ ഒരു സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് നമുക്ക് പറയാം. കോ വർക്കിംഗ് സ്പേസിലെ ബിഗസ്റ്റ് പ്ലെയർ ആണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. EFCയുടെ ബിസിനസ് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അവർക്ക് ഏകദേശം 68,000 സീറ്റുകളാണ് അവർക്ക് മൊത്തത്തിലുള്ളത്. ഈ കമ്പനിയുടെ ബിസിനസിനെ പറ്റി പറഞ്ഞാൽ ഇവർ സീറ്റിനെ പറ്റിയല്ല കൂടുതൽ സംസാരിക്കും. ഇവർ സംസാരിക്കുന്ന അവരുടെ അവരുടെ ഓഫീസ് സ്പേസ് എന്തുമാത്രം ഉണ്ട്, അതിന്റെ സൈസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാറ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ബിസിനസ്സുകൾ തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും ഏകദേശം ഒരേ സ്പേസിലാണുള്ളതെങ്കിലും രണ്ടുപേരും അത് വർക്ക് ചെയ്യുന്ന ഏരിയ ഡിഫറെന്റ് ആണ്. EFC എന്ന് പറഞ്ഞ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ SMEs, അല്ലെങ്കിൽ 100 ആൾക്കാർ, അല്ലെങ്കിൽ 200 സ്റ്റാഫുള്ള, അല്ലെങ്കിൽ 300 സ്റ്റാഫുള്ള ആ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ കമ്പനികൾ, കമ്പാരിറ്റീവ്ലി ചെറിയ ചെറിയ കമ്പനികളും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, അങ്ങനെയുള്ള ആളുകൾക്ക് പോരുന്ന വർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയയാണ് EFCയിൽ വരുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ വലിയ കമ്പനികളുമായിട്ടാണ് ടൈപ്പിലെത്തുന്നത്. കൂടുതലും 300-ഉം 400-ഉം അല്ല 1000-ന് മുകളിലൊക്കെ സ്റ്റാഫുള്ള കമ്പനികളുമായിട്ടാണ് ഇവർ ടൈപ്പിൽ കൂടുതലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന കുറച്ചുകൂടെ വലിയ വലിയ സ്പേസുകളാണ്. ഇപ്പൊ EFC ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ ചില സമയത്ത് ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ എടുത്തേക്കാം, ചില സമയത്ത് ആ ഒരു ബിൽഡിംഗിൽ 1-2 ഫ്ലോർ ആയിരിക്കും എടുക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ ഗ്രോ ചെയ്യുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള, 5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള, 8 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ആ ഒരു രീതിയിൽ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇവർ ലീസിന് എടുത്തതിന് ശേഷമാണ് അവിടെയാണ് ഇവർ ഓഫീസ് സ്പേസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. EFC എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്ലയൻസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരെയും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വലിയ GCC കമ്പനികളെയും മൾട്ടി സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെയും ആ രീതിയിൽ വലിയ സ്പേസുകൾ കൂടുതലായിട്ട് എടുക്കാൻ സാധ്യതയുള്ള കമ്പനികളെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അതിപ്പോൾ ഇവരുടെ ടോട്ടൽ ക്ലയൻസിന്റെ എണ്ണം നോക്കി നമുക്കറിയാൻ പറ്റും. ടോട്ടൽ ഇവർക്ക് ക്ലയൻസ് ഉള്ളത് ഏകദേശം 761 ക്ലയൻസ് ആണ് ഇവർക്ക് മൊത്തത്തിലുള്ളത്. ആകെ ഇവർക്കുള്ള സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ 61 സെന്റേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. പക്ഷെ അവരുടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 1,40,00,000 സ്ക്വയർ ഫീറ്റ് ആണ് അവരുടെ ടോട്ടൽ ബിസിനസിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ ലീസിന് എടുത്തിരിക്കുന്ന ഏകദേശം 1 കോടി സ്ക്വയർ ഫീറ്റോളം വരും. 91 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് കമ്പനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഓപ്പറേഷനിലുള്ളത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ എഗ്രിമെന്റ് ആയതും ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിലുള്ള കൂടെ കൂട്ടിയിട്ടാണ് ഏകദേശം 1,40,00,000 സ്ക്വയർ ഫീറ്റ് കമ്പനിക്കുള്ളത്. അതേപോലെ ഇവരുടെ മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 3,22,000 ആണ് ഇപ്പോഴത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഈ സെയിം സാധനം നമ്മൾ EFCയിൽ നോക്കിയാൽ EFCയുടെ മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞില്ല 70,000-ഓളാണ്, 68,000 ആണ് ഈ Q2 കഴിഞ്ഞപ്പോൾ ഉള്ളത്. അവർ ഇയർലി ടാർഗറ്റ് ചെയ്യുന്ന ഏകദേശം 20,000-ഓളം സീറ്റ് അഡീഷൻ ചെയ്യാനായിട്ടാണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവർ 1,40,00,000 സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം സൈസ് ഉള്ളത്. അതേപോലെ ഇവർ അഡീഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ബിൽഡിംഗ് സൈസ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് 25 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെ 2.5 മില്യൺ ടു 3 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇവർ ഓരോ വർഷം ഇവരുടെ ബിൽഡിംഗ് സൈസ് കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ വോളിയം ഗ്രോത്തിൽ നിന്ന് തന്നെ ഇവർക്ക് ഏകദേശം 20% മുകളിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതേപോലെ കമ്പനിയുടെ ഇപ്പോഴത്തെ ആവറേജ് റെന്റൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 175 പെർ സ്ക്വയർ ഫീറ്റ് ആണ് കമ്പനിക്ക് ഇപ്പോൾ ആവറേജ് റെന്റ് ആയിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞ വർഷം നോക്കിയാൽ, കഴിഞ്ഞ ഈ Q1 Q2 സമയത്ത് നോക്കിയാൽ 160 to 165 ഉണ്ടായിരുന്നതാണ് ഇപ്പം 175-ലേക്ക് കൂടിയിരിക്കുന്നത്. അതായത് ഏകദേശം 10%-ഓളം ഇവരുടെ വാല്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ 20%-ഓളം കമ്പനിയുടെ വോളിയത്തിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഇവർ മാനേജ് ചെയ്യുന്ന ഓഫീസ് സ്പേസ് ഉള്ളതെന്ന് നോക്കിയാൽ വെസ്റ്റിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത്, 48% വെസ്റ്റിലാണ്. അതേപോലെ സൗത്തിൽ നിന്ന് 32%, അതേപോലെ നോർത്തിൽ നിന്ന്, അതായത് ഡൽഹി NCR നിന്ന് ഏകദേശം 16%, പിന്നെയുള്ള കൊൽക്കത്തയിലാണ് ഒരു 3% വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇവരുടെ മൊത്തം പ്രസൻസ് ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഇവർ മുംബൈയിൽ പുതിയതായിട്ടൊരു ലീസിന് ഒരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവർക്കിംഗ് സ്പേസ് ആണ്. 8,15,000 സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ അടുത്ത Q3-ൽ ഇവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി എങ്ങനെയാണ് പുതിയൊരു ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് എത്തുകയെന്ന് വെച്ചാൽ, ഇവർ എക്സിസ്റ്റിംഗ് ക്ലയൻസിന് ആ ഒരു സ്പേസിലേക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആ ഒരു ഏരിയയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിലാണ് ഇവർ മെയിനായിട്ട് അവിടെ ഒരു പുതിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 20-30-35% എങ്കിലും ഇവർ എക്സിസ്റ്റിംഗ് ക്ലയൻസിൽ നിന്ന് തന്നെ ഇവർക്ക് ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ, അവിടെ റിക്വയർമെന്റ് പറയുവാണെങ്കിൽ ഇവർ ആ ഒരു സൈഡിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യും. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ മുംബൈയിൽ പുതിയ വരുന്ന ബിൽഡിംഗിൽ പോലും ഏകദേശം 30-35% ഓൾറെഡി ഇവർക്ക് ഒക്യുപ്പേഷൻ അവിടെ ഓൾറെഡി ആയിട്ടുണ്ട് ഇവർ എക്സിസ്റ്റിംഗ് ക്ലയന്റിൽ നിന്ന് തന്നെ. അപ്പോൾ അവർ ഈ വരുന്ന ഇനിയിപ്പോൾ 7 മാസം ഇവരുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഇവരെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നോർമലി ഒരു ബിൽഡിംഗിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് ഓവറിന് ശേഷം ഏകദേശം ഒരു 4 മാസത്തോളം കമ്പനിക്ക് മൊത്തത്തിലെടുക്കും അവിടെ ബാക്കി ഫിറ്റ് ഔട്ടും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു 5 മാസം 6 മാസം തൊട്ട് തന്നെ അവിടെ പുതിയ ക്ലയൻസിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 12 മാസം കൊണ്ട് തന്നെ ആ ഒരു ബിൽഡിംഗ് മെച്യൂരിറ്റിയിൽ എത്തുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അത് എല്ലാ ബിൽഡിങ്ങിന് പൊതുവിൽ ഇവരുടെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ 1 ഇയറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഒരു ബിൽഡിംഗ് അവർക്ക് ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ 60% ഒക്യുപ്പൻസി അവർക്ക് അവിടെ വേണം. 80-85% ഒക്യുപ്പൻസി ഇവർ 1 ഇയറിൽ തന്നെ എത്താറുണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതേപോലെ 14 മാസം കൊണ്ട് തന്നെ മിക്കവാറും ഇവർ ആവറേജ് ഇപ്പം 14 മാസം കൊണ്ട് തന്നെ ഇവർക്ക് 90%-ഓളം ഒക്യുപ്പൻസിയിൽ എത്താൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഒരു ഓവറോൾ ഒക്യുപ്പൻസി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും മെച്യൂർ ആയിട്ടുള്ള ബിൽഡിങ്ങുകളിൽ 88% ആണ് ഇവരുടെ ആവറേജ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ കമ്മിറ്റഡ് ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ ഈ മെച്യൂർ ആയിട്ടുള്ള ബിൽഡിങ്ങുകളിൽ 93% ആണ്. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി എഗ്രിമെന്റ് ആയിട്ടുള്ള അതിലേക്ക് എത്താൻ പോകണം. അപ്പൊ 93ലേക്കുള്ള വിസിബിലിറ്റി ഇവരുടെ ഓൾറെഡി ഉണ്ട് ഈ മെച്യൂർ ആയിട്ടുള്ളതിൽ. ഞാൻ പറഞ്ഞില്ല, ഇവർ ഓൾറെഡി വലിയ വലിയ ക്ലയൻസുമായിട്ടാണ് ടൈപ്പിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ 1000 സീറ്റിന് മുകളിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 35% റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 300-350 സീറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 68% റവന്യൂ ഇതേപോലത്തെ വലിയ വലിയ ക്ലയൻസിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ 90% റവന്യൂ വരുന്നത് ഇതേപോലെ കോർപ്പറേറ്റ് ക്ലയൻസിൽ നിന്നാണ് വരുന്നത്. 90% റവന്യൂ. 76% ഇവർ ബിൽഡിങ്ങുകളും ലീസിന് എടുക്കുന്നത് സാധാരണ ആൾക്കാരിൽ നിന്നാണ്, അല്ലാതെ വലിയ റിയൽ എസ്റ്റേറ്റ് ആൾക്കാരിൽ നിന്നല്ല ഇവർ എടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്നല്ല എടുക്കുന്നത്. അത് നോക്കിയാൽ 24% ആണ് ഇപ്പോൾ അവർക്കുള്ളത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് 18% ആയിരുന്നു. ഇപ്പോൾ അത് 24% ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഡൗട്ട് വന്നേക്കാം, ഈ സാധാരണക്കാരിൽ നിന്ന് എടുക്കുമ്പോഴത്തേന് ഇവർക്ക് കുറച്ചുകൂടെ നെഗോസിയേഷൻ പവർ കിട്ടാൻ സാധ്യതയുണ്ട്, ഇതുപോലെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കും. അപ്പോൾ മാനേജ്മെന്റിനോട് അതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഇവരുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന മാർജിൻ, അതായത് ഇവർക്ക് നോർമലി അല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന അതേ മാർജിനിൽ തന്നെ ഇവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായിട്ട് ടൈപ്പിലെത്താൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർജിന് ഒരു രീതിയിലും അത് അഫക്ട് ചെയ്യില്ല എന്നും ഇനി വരുന്ന സമയങ്ങളിൽ കുറച്ചുകൂടെ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്നുള്ള ടൈപ്പിൽ നിന്ന് കുറച്ചുകൂടെ അതിന്റെ പെർസെന്റേജ് കൂടുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇവർ വലിയ വലിയ കമ്പനികളായിട്ടാണ് ടൈപ്പ് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏകദേശം 32% റവന്യൂ വരുന്നത് മൾട്ടി സിറ്റി ക്ലയൻസിൽ നിന്നാണ്. അതായത് ഒരേ ക്ലയന്റ് തന്നെ പല പല സിറ്റീസിൽ ഇവരുടെ കൊടുത്ത് തന്നെ ടൈപ്പിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയാൽ ഇവരൊരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പാൻഷൻ ഇവർ പുതിയ ലൊക്കേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 33% റവന്യൂ വരാൻ സാധ്യതയുള്ള ഇവരുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസിൽ നിന്നാണ്. അത് കമ്പനി സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ കോൺട്രിബ്യൂഷനിൽ ഇവരുടെ ടോപ്പ് 10 ക്ലയൻസിൽ നിന്ന് ഇവർക്ക് 20% ഉള്ളൂ ഈ ടോപ്പ് 10നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതൊരു 3-4 വർഷം മുമ്പ്, അതായത് 2019 നോക്കിയാൽ 40% 39% ഇവരുടെ റവന്യൂ വന്നിരുന്നത് ഇവരുടെ ടോപ്പ് 10 ക്ലയൻസിൽ നിന്നാണ്. അതെന്ന് വെച്ചാൽ ഇവർ കുറച്ചുകൂടെ ഡൈവേഴ്സ് ആവുക എന്നുള്ളതാണ്. ഒരു കസ്റ്റമറിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു, അതായത് മൊത്തത്തിൽ ഇവരുടെ കസ്റ്റമർ സൈസ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റിസ്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിൽ നോക്കിയാൽ. കമ്പനിയുടെ ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇവർ സ്പെൻഡ് ചെയ്യേണ്ട വരുന്നത് ഏകദേശം 1350 രൂപയാണ് കമ്പനിയുടെ ക്യാപെക്സ് എന്ന് പറയുന്നത്. പുതിയ മുംബൈയിൽ വരുന്ന ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടെ അവർ ഒരു സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് 120 മുതൽ 121 പെർ സ്ക്വയർ ഫീറ്റ് ആണ് ആ ബിൽഡിങ്ങിന് വേണ്ടി ഇവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവരുടെ റവന്യൂയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 175 പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇവർ റവന്യൂ ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ക്ലയൻസ് എല്ലാം വലിയ വലിയ ക്ലയൻസ് ആയതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ടെനർ എന്ന് പറഞ്ഞാൽ ഏകദേശം ആവറേജ് ടെനർ എന്ന് പറയുന്നത് 49 മാസമാണ്. അതായത് 4 വർഷത്തിന് മുകളിലുണ്ട് നോർമലി വരുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതുതന്നെ ഇപ്പൊ നോക്കിയാൽ ഈ Q2 നോക്കിയാൽ ഇവരുടെ റിട്ടൻഷൻ റേറ്റ് കുറച്ച് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. നോർമലി 85% ഇവർക്ക് റിട്ടൻഷൻ ഉള്ളതാണ് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന്. പക്ഷെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 74ലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ സമയത്തിന് ശേഷം ആണ് മെയിൻ ക്ലയൻസ് എല്ലാം. കാരണം 4-5 വർഷമാണ് ഇവരുടെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ 2 കസ്റ്റമേഴ്സിന് ഇവർക്ക് ഈ Q2 നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇവർ ഇപ്പോഴത്തെ റേറ്റിലാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേത് 4-5 വർഷം മുമ്പ് കൊടുത്ത റേറ്റ് ആയിരിക്കും. അവരിപ്പോൾ എന്താണോ മാർക്കറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ബിൽഡിങ്ങിന് പണ്ടുണ്ടായിരുന്ന റെന്റിനെ കഴിഞ്ഞ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള റെന്റൽ എഗ്രിമെന്റ് ആവുന്ന, അത് കംഫർട്ടബിൾ ആവുന്ന ആളുകളായിട്ട് മാത്രമാണ് ഇവർ പുതിയ എഗ്രിമെന്റ് എത്തുന്നത്. അങ്ങനെ നോക്കിയാൽ അവർക്ക് 2 കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു സെയിം സ്പേസിൽ തന്നെ ഇപ്പോഴത്തെ റെന്റുമായിട്ട് എഗ്രി ചെയ്തിട്ട് ഇവർക്ക് ഓൾറെഡി ഇവർ ആ സ്ഥലം വേറെ ക്ലയൻസിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലത്. കമ്പനിയുടെ ഏകദേശം 15% റവന്യൂ വരുന്നത് GCC എന്നാണ്, അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിൽ നിന്നാണ്. അതായത് ഇന്റർനാഷണലി വലിയ കമ്പനികളുടെ ഇന്ത്യയിലെ ഓഫീസ് അങ്ങനത്തെ വരുന്ന ഓഫീസുകളിൽ നിന്നാണ് ഏകദേശം 15% റവന്യൂ വരുന്നത്. അത് 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഇവർ 30% ആക്കാൻ ഡബിൾ ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഇവർക്ക് കുറച്ച് മാർജിൻസ് കൂടാനും അതേപോലെ തന്നെ ഇവരുടെ ഒക്യുപ്പൻസി കൂടാനായിട്ട് കുറച്ചും കൂടെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇവർ ഓൾറെഡി FY 26-ലും 27-ലേക്കുള്ള ഇവരുടെ വിസിബിലിറ്റി ആയി കഴിഞ്ഞു. ഇവർക്ക് വേണ്ട ബിൽഡിങ്ങുകളുടെ വിസിബിലിറ്റി ഇവർക്ക് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന FY 28-ലേക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ബിൽഡിങ്ങുകളെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജൂലൈ 17-ാം തീയതിയാണ് ഇവർ IPO-ലേക്ക് വന്നത്. ഈ IPO-ൽ നിന്ന് ഇവർ കിട്ടിയ ഫണ്ട് വെച്ചിട്ട് ഇവർ ഏകദേശം ഇവരുടെ ഉള്ള ഡെറ്റിന്റെ 45% ഡെപ്റ്റ് ഇവർ കുറച്ചിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ഇപ്പോൾ റിസൾട്ടിൽ ഇവരുടെ ക്യാഷ് ഫ്ലോ നോക്കി കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 800 കോടിയോളം ഇവർക്ക് റവന്യൂ ഉണ്ടായിരുന്നതിൽ ഇവർക്ക് ഓപ്പറേഷൻസിൽ നിന്ന് ഏകദേശം 500 കോടിയോളം ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നോർമലൈസ്ഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം 62 കോടിയാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്നത്. അത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, കമ്പനി നല്ല രീതിയിൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ കമ്പനി സെൽഫ് സഫിഷ്യന്റ് ആകുക എന്നുള്ളത്. അതായത് ഇന്റേണൽ അക്രൂവൽസിലൂടെ തന്നെ ഇവരുടെ ഗ്രോത്തിനെ ഇവർക്ക് ഫണ്ട് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അതായത് ഏകദേശം 25-30% ഇവർക്ക് ഇന്റേണൽ അക്രൂവൽസിലൂടെ തന്നെ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ അവരുടെ ക്യാഷ് ഫ്ലോ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ രീതിയിലേക്ക് നല്ല രീതിയിൽ അവർക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് നോക്കിയാൽ ഏകദേശം 30% ആണ് മാനേജ്മെന്റ് റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ചെയ്യുന്നത്. 30% മുകളിലാണ് ഗൈഡ് ചെയ്യുന്നത്. കമ്പനിയുടെ Q2 റിസൾട്ട് നോക്കിയാൽ Q2 ഏകദേശം 21% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത്. അതുപോലെ പാറ്റ് നോക്കിയാൽ ഏകദേശം 3 കോടി രൂപ ലോസ് ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ H1 നോക്കിയാൽ H1-ൽ ഏകദേശം 21% ഇവരുടെ റവന്യൂ ഗ്രോത്ത്. അതുപോലെ പാറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കോടിയോളം ലോസ് ആണ് വന്നിരിക്കുന്നത്.
അങ്ങനെ നോക്കിയാൽ നമ്മൾ ലോസ് മേക്കിംഗ് കമ്പനി ആയിട്ട് തോന്നിക്കാം. പക്ഷേ അവരുടെ കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ഏകദേശം ഈ ഒരു Q2 മാത്രമേ ഇവർ ഏകദേശം 80% ഇവരുടെ ലോസ് കുറച്ചിട്ടുണ്ട്. അതേപോലെ H1 നോക്കിയാൽ ഇവർ 80% ലോസ് കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ H1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയിൽ നിന്ന് പയ്യെ പ്രോഫിറ്റിലേക്ക്, അതായത് ക്യാഷ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡൻസിലേക്ക് തിരിച്ചു വന്നാൽ 30% കമ്പനി റവന്യൂ ഗ്രോത്ത് ഗൈഡ് ചെയ്യുന്നത്, 30% മുകളിൽ ഗ്രോ ചെയ്യണമെന്നാണ്. 20% ഇവർ വോളിയം ഗ്രോത്തിലൂടെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഇവരുടെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് ഇവർ കൂട്ടാൻ നോക്കുന്നത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതേപോലെ ഇവരുടെ വാല്യൂ ഗ്രോത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏകദേശം 10% ഇവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ 2020-2021 എഗ്രിമെന്റ് തീർന്ന കമ്പനികളായിട്ട് ഇപ്പോൾ പുതിയ എഗ്രിമെന്റിൽ എത്തുന്ന പുതിയ റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഗ്രോത്ത് ഇനിയും കുറച്ചുകൂടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള റേറ്റിൽ പോലും നോക്കിയാൽ ഏകദേശം 30% തന്നെ 20% വോളിയത്തിലും അതേപോലെ 10% വാല്യൂവിൽ വന്നാൽ തന്നെ ഏകദേശം 30% കമ്പനിക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ അവരുടെ എബിറ്റ മാർജിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 16.4 ആണ്. മാനേജ്മെന്റ് അതിനെപ്പറ്റിയും കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ 16.4 എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള എബിറ്റ മാർജിൻ ആണ്. അതിൽ ഇവരുടെ കോർപ്പറേറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8% വരുന്നുണ്ട്. സോ അതിപ്പോൾ മൊത്തം ബിസിനസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതോറും റവന്യൂവിൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ ഏകദേശം അതും കൂടെ ആഡ് ചെയ്താൽ ഏകദേശം 24% വരും. അതിന്റെ കൂടുതൽ ഇവർക്ക് ബ്രോക്കറേജ് ചാർജസ് ഇപ്പോൾ അവർ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് പുതിയ ക്ലയൻസിനെ അക്വയർ ചെയ്യാനായിട്ട് ഇപ്പോൾ ബ്രോക്കറേജ് ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇവർ വലുതാകുന്ന സമയത്ത് ഇവർ ഓൾറെഡി തന്നെ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഇവരുടെ ക്ലയൻസിനെ വെച്ചിട്ടാണ് ഒരു 30-35%. ആ രീതിയിൽ വരുമ്പോഴത്തേന് ഭാവിയിൽ ഈ പറഞ്ഞ ബ്രോക്കറേജ് ഓൾറെഡി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 2.5% മാത്രമാണ്, 2.4-2.5 ആണ് ഇവരുടെ ബ്രോക്കറേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അതുകൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം കോൺട്രിബ്യൂഷൻ ഒരു 6-8% ഉണ്ട്. അത് നോക്കിയാൽ ഏകദേശം എബിറ്റ മാർജിൻ 30% വരെ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കമ്പനിക്കുണ്ട്. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഫാസ്റ്റിൽ, അതായത് ഫിറ്റ് ഔട്ട് ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഇവരുടെ ഗ്രോത്ത് അവിടെ കൂടുന്നുണ്ട്. അത് ഡബിൾ ആകുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതിൽ വരുമ്പോഴത്തേന് ഇവരുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ വാല്യൂ ആഡഡ് സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഓഫീസ് സ്പേസിൽ വേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും ഇവരുടെ മാർജിൻസിനെ വളരെ രീതിയിൽ കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും എബിറ്റ മാർജിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഇവരുടെ കോർപ്പറേറ്റ് കോസ്റ്റ് കുറയുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഇവരുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്രോക്കറേജ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇവരുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഇവരുടെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിൽ തന്നെയാണ് ഇവർ വീണ്ടും അതിലേക്കാണ് ഇവർ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ കുറയും. അത് മാർജിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ രീതിയിലൊക്കെ നോക്കിയാൽ എബിറ്റ മാർജിൻസിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റും അത് തന്നെയാണ് ഗൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ എബിറ്റ മാർജിൻസ് ഇംപ്രൂവ് എന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. അതേപോലെ ROCE മാനേജ്മെന്റിന്റെ ഗൈഡൻസ് ഇപ്പോൾ ഏകദേശം 14.3% ആണ് കമ്പനിയുടെ ROCE എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കിയാൽ 9% ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്. അടുത്തത് ഇയർലി നോക്കിയാൽ ഏകദേശം 14% മുകളിലെത്തി. മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഡബിൾ ആവുന്നു. അതായത് ഏകദേശം 28, 29, 30% ROCE എത്തും എന്നാണ് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ. അതുകൂടാതെ തന്നെ മാനേജ്മെന്റ് പറയുന്നത് അവിടുന്ന് തന്നെ അവർക്ക് ഹെഡ് റൂം കിടപ്പുണ്ട്, ഇനി അവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു നല്ല ഗൈഡൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ അവർ മീഡിയം ടൈമിലേക്ക് പറയുന്ന ഒരു ഗൈഡൻസ് ആണ്. അതേപോലെ അവർ H2 പറയുന്ന ഗൈഡൻസ് തന്നെയാണ്. റവന്യൂ ഗ്രോത്തിന്റെ സ്പീഡ് കൂടുമെന്നും അതേപോലെ മാർജിൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നു, ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുമെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. H2 തന്നെ ആ രീതിയിൽ ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇപ്പോൾ Q3 റിസൾട്ട് വരാൻ പോകണം. ആ ഒരു സമയത്ത് നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ ചെറിയ രീതിയിൽ കാണാനായിട്ട് തുടങ്ങും. എങ്ങനെ നോക്കിയാൽ ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെക്ടറിൽ അല്ലെങ്കിൽ ഈ സ്പേസിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മെയിനായിട്ട് ഇപ്പോൾ EFC ഉണ്ട്, ഓഫീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അതിനകത്ത് ഓഫീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്താണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പെർഫോമൻസ് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ വെച്ച് താഴേക്ക് പോയാലും മാനേജ്മെന്റ് അത് തിരിച്ച് വീണ്ടും പഴയ പോലെ തന്നെ ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. EFC ആണ് ഇവിടെ ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. 50% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഫോർവേഡ് പി എന്ന് പറയുന്നത് ഏകദേശം 15-16 എന്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ തന്നെ നോക്കിയാൽ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ നല്ല രീതിയിലുള്ള റിക്കവറിയും വന്നിട്ടുണ്ട് സ്റ്റോക്കിന്റെ പ്രൈസിൽ. അങ്ങനെ നോക്കുമ്പോൾ EFC അവിടുത്തെ ഒരു ലീഡിംഗ് പ്ലെയർ ആണ്. സെയിം ടൈമിൽ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള, നല്ല മാനേജ്മെന്റിന്റെ ഗൈഡൻസും കാര്യങ്ങളും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കമന്റ് കേട്ടാൽ നമുക്ക് ഏകദേശം ഇവരുടെ ഒരു പ്ലാൻ നോക്കിയാലും മൊത്തത്തിൽ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ കമ്പനിയിൽ എന്തായാലും ഉണ്ട്. ഇപ്പൊ നോക്കിയാൽ കമ്പനി ലോസിലായിരിക്കും കിടക്കുന്നത്. മാനേജ്മെന്റ് ഇപ്പൊ സംസാരിക്കുന്ന രീതിയിൽ കമ്പനി ഗ്രോ ചെയ്താൽ അടുത്ത ഒരു വർഷം 2 വർഷത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഈ സ്പേസിൽ താല്പര്യമുള്ള ആൾക്കാർ EFCനെ അതേപോലെ തന്നെ സ്മാർട്ട് വർക്കിനെയും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനി ലോസ് മേക്കിംഗ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഫോർവേഡ് പി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും അടുത്ത റിസൾട്ട് വരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.